ഔദ്യോഗിക വസതിയുടെ നിർമ്മാണം പൂർത്തിയായി 2 വർഷമായിട്ടും താമസം മാറ്റാനാകാതെ പത്തനംതിട്ട ജില്ലാ കളക്ടർ. സർക്കാർ ഔദ്യോഗിക വസതി തുറന്നു നൽകാത്തതിനാൽ സ്ഥലം മാറി വരുന്ന കളക്ടർമാർ വാടക കെട്ടിടത്തിലാണ് കഴിയുന്നത്. സർക്കാർ കെട്ടിടം ഉണ്ടായിട്ടും കളക്ടർമാരുടെ താമസത്തിനായി ഭീമമായ തുകയാണ് വാടക ഇനത്തിൽ സർക്കാർ ചെലവാക്കുന്നത്. പത്തനംതിട്ട കുലശേഖരപതിയിൽ 1,76,00,000 രൂപ ചെലവിട്ടാണ് ജില്ലാ കളക്ടർക്കായി ഔദ്യോഗിക വസതി നിർമ്മിച്ചിട്ടുള്ളത്. പെയിന്റിംഗ്, വയറിംഗ്, പ്ലംബിംഗ് പണികളെല്ലാം പൂർത്തിയായി. വൈദ്യുതി, വെള്ളം കണക്ഷനുകളുമുണ്ട്. ചുറ്റുമതിൽ കെട്ടി ഗേറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഗേറ്റ് താഴിട്ട് പൂട്ടിയിട്ട് വർഷം 2 കളക്ടർ ഇപ്പോഴും കഴിയുന്നത് വാടക കെട്ടിടത്തിലാണ്. വാടക ഇനത്തിൽ ഭീമമായ തുക ഓരോ മാസവും സർക്കാർ നൽകുന്നത് ഖജനാവിന് നഷ്ടമല്ലേ എന്നാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും ചോദിക്കുന്നത്. ഔദ്യോഗിക വസതി തുറന്നുകൊടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻസാരി ആവശ്യപ്പെട്ടു. ഇതിൻ്റെ പണികൾ പൂർണ്ണമായും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ അനാഥമായിട്ട് നിലനിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് വലിയ വാടക കൊടുത്ത് ഗവൺമെന്റ് കളക്ടർക്ക് വേണ്ടി ബംഗ്ലാവ് വാങ്ങിച്ച് അവിടെ താമസിപ്പിക്കുന്നത്. കളക്ടറുടെ ഔദ്യോഗിക വസതി നിർമ്മിക്കാനായി വസ്തു വിട്ടു നൽകിയത് മിൽമയാണ്. മിൽമയുടെ ചില്ലിംഗ് പ്ലാന്റ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഔദ്യോഗിക വസതിക്ക് മുന്നിലെ നഗരസഭാ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. കളക്ടർ ഇവിടേക്ക് താമസം മാറുമ്പോൾ റോഡിന്റെ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നാണ് പ്രദേശവാസികൾ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.